ദൂത് പറയുക. പിശാചിവനെതിരെ ഭാവിക്കുക, ചെങ്കവളയിൽ ഇവനെ തകർക്കാമെന്ന് ഭാവിക്കുമ്പോൾ ഇവൻ ദൈവകൃപയിലുള്ളവനായതുകൊണ്ട് ഇവൻ ഊരമ്പിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൻ ചൂഴാലിലെത്തി അവൻ ശങ്കുരുട്ടിയിലേക്ക് അവൻ പോകുമ്പോൾ ആ ശങ്കുരുട്ടിയുടെ ജംഗ്ഷനിൽ വരുമ്പോൾ തന്നെ അവനെ പരിപാലിപ്പാൻ വേണ്ടി ഒരു ദൂതനെ അവിടേക്ക് ഇറക്കി വിടുവാനിടയാകുക. കരമടിച്ചെന്ന് രാത്രി പറഞ്ഞാട്ട് വൈഢാരഹസ്യ അവനെ പരിപാലിപ്പാൻ ശത്രുവിന്റെ കയ്യിൽ അവനെ കൊടുക്കാതെ, ദുഷ്ടന്റെ കയ്യിൽ കൊടുക്കാതെ, ചെങ്കവളയിൽ അവനെതിരെ പതിയിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ തകർത്തുകൊണ്ട് വൈഢാരഹസ്യ മുന്നേറുവാൻ ദൈവത്തിന്റെ ദൂതന്മാര് ദൈവം ഇറക്കിയിരിക്കും. അമ്മമാർക്കൊരു ദൂതുണ്ട്. രാവിലെ ഭർത്താവിനെ ജോലിക്ക് വിടുവാൻ, മക്കളെ സ്കൂളിൽ വിടാൻ, അടുക്കളയിൽ കയറുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ പിശാച് പറയും 7 മണിയാകുമ്പോൾ ഗ്യാസിന് ചോർച്ച ഉണ്ടാക്കിയോ, തിളയ്ക്കുന്ന കഞ്ഞിക്കലം മറിച്ചിട്ടോ, ആമേ പ്രൈസ്തലുള്ള കുക്കറിന്റെ അടപ്പ് തുറന്നോ, നിന്നെ തകർക്കുമെന്ന് 7 മണിക്ക് പിശാച് ഭാവിക്കും. ഹല്ലേലൂയ. എന്നാൽ നീ ദൈവകൃപയിൽ നിന്നുകൊണ്ട് പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 6:45 തന്നെ നിന്നെ വിടിപ്പാൻ ഒരു ദൂതന് നിന്റെ അരികിലേക്ക് ഇറക്കി 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 ഉപവാസ പ്രാർത്ഥനയുടെ 19 ദിവസം പിശാചിന്റെ പാപങ്ങൾ, അവന്റെ പദ്ധതികൾ എന്റെ ദൈവം അബദ്ധമാക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, സാത്താൻ പത്രോസിനെ ഒരു വശത്ത് തകർക്കാൻ നോക്കുമ്പോൾ മറുവശത്ത് ദൈവം അവന് വേണ്ടി ദൂതനെ ഇറക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂത് പറയാ, ഒരു വശത്ത് നിന്നെ തകർക്കാൻ പിശാച് പദ്ധതിയിടുമ്പോൾ മറുവശത്ത് ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കുന്നു. ഹല്ലേലൂയ. റിബൽക്കന നമ്മുടെ ചിന്ത അവൻ ദൈവം വിടുവിക്കുമ്പോൾ അവൻ ചിലർക്കൊരു ചിന്തയുണ്ട്. പൗലോസ് ശീലാസ് കാരാഗ്രഹത്തിൽ ആരാധിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചു, 2 പേർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങലകൾ പൊട്ടിത്തെറിച്ചു, വാതിലുകൾ തുറന്ന് വിടുവിക്കപ്പെട്ടതുപോലെ അവൻ ദൈവം വിടുവിക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാവും. ഇല്ല ഇല്ല ഇല്ല, ദൈവത്തിന് ഭൂകമ്പം ഉണ്ടാക്കി വിടിയിപ്പാൻ കഴിയും. രാമേ, ഒരു വ്യക്തി പോലും അറിയാതെയോ നിന്നെ പുറത്തു കൊണ്ടുവരുക എന്റെ ദൈവത്തിന് കഴിയും. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വൈഢാരഹസ്യ പൗലോസ് ശീലാസിനെയോ വിടിവിച്ചപ്പോൾ 10 പേർ അറിഞ്ഞെങ്കിൽ പത്രോസിനെ വിടിവിച്ചപ്പോൾ ഒരു ഈച്ച പോലും അറിഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നു, അവൻ ചിലതിനേക്ക് ഒരു ഈച്ച പോലും അറിയാതെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുക കഴിയുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഇവിടെ ഇറങ്ങി വ്യാപരിക്കുകയാണ്. ദൈവം നിന്നെ വിടുവിച്ചാൽ നീ കേവലം പേരോടെയല്ല പുറത്തു വരുന്നത്, നീ അറിയപ്പെടുന്ന പേരോടെ പുറത്തു വരും. ഡിഗ്രിയോടെ. അത് ഡോക്ടറേറ്റ് ആയിരിക്കില്ല, BD ആയിരിക്കത്തില്ല, MD ആയിരിക്കത്തില്ല. അവൻ സ്വർഗീയ സർട്ടിഫിക്കറ്റോടെ നീ ഇറങ്ങി വരും. ഹല്ലേലൂയ. ദാരിയാവേശിന്റെ കാലത്ത് ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ കൊണ്ടുപോയിട്ടു ഒരു ദൂത് പറയാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. സിംഹത്തിന്റെ ഗുഹയിൽ കൊണ്ടുപോയി ദാരിയാവേശിന്റെ കയ്യിൽ ദാനിയേലിനെ ഇട്ടു. അവനെ കൊല്ലാൻ കഴിയാത്ത ദാനിയേൽ 6:4 പറയുന്നവൻ വിശ്വസ്തനായിരുന്നു, 6:10 വായിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, 6:21 വായിക്കുന്നവൻ ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു, 6:28 ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു. ദാരിയാവേശിനെ കൊണ്ടുപോയി ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ടു. അന്ന് രാത്രി അവന് ഉറക്കം വന്നില്ല. എന്ന പത്രോസ് നല്ലതുപോലെ ഉറങ്ങി. സ്വത്രം പറയാ. ദൈവകൃപയുള്ളവൻ ഉറങ്ങും, അല്ലാത്തവന്റെ ഉറക്കം ദൈവം നഷ്ടപ്പെടുന്നു. സ്വത്രം പറഞ്ഞാട്ടെ. ദൈവദാസന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ ആരെങ്കിലും കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ദൂത് പറയാ. ആമേൻ. ദൈവദാസന്മാരെ പൗലൂസിനെ ശീലാസിനെയോ കാരാഗ്രഹത്തിൽ അടിച്ച് മുറിവേൽപ്പിച്ച കാരാഗ്രഹ പ്രമാണി ആരാധന വെളിപ്പെട്ടപ്പോൾ അവൻ ഉറക്കമുണർന്നു. അതിന്റെ അർത്ഥം ദൈവമക്കളെ തൊട്ടവന്റെ ഉറക്കത്തെ ദൈവം നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ. എന്ന ദൈവ പൈതൽ ആമേൻ പ്രശ്നങ്ങളുടെ നടുവിൽ ഉറങ്ങും. ഹല്ലേലൂയ. ദാരിയാവേശിന് ഉറക്കം നഷ്ടപ്പെട്ടു. അവൻ രാവിലെ വന്ന് ദുഃഖ ശബ്ദത്തോടെ വിളിക്കുക, ദാനിയേലേ. രാജാവ് ചിന്തിച്ചു കാണും, ഇപ്പം സിംഹത്തെ എല്ലാം മറ്റൊരു കൂട്ടിലാക്കിയിട്ട് ദാനിയേലിന്റെ എല്ലും കഷ്ണങ്ങളെ എടുത്തുകൊണ്ടുവന്ന് എല്ലാവർക്കാണെങ്കിൽ കുഴിച്ചു മൂടാമെന്ന് കരുതി. ദുഃഖ ശബ്ദത്തോടെ ദാനിയേലേ. ഉടനെ ദാനിയേൽ മറുപടി പറഞ്ഞു, രാജാവ് ദീർഘായുസ്സുണ്ടായിരിക്കട്ടെ. നമ്മളാണെങ്കിൽ പറയും, നീ മുടിഞ്ഞു പോട്ടെ. സ്വത്രം വരുന്നില്ല. ഇന്ന് രാത്രി പറ, എന്നെ തള്ളിയിട്ടവന് സ്തോത്രം, എനിക്കെതിരെ മന്ത്രവാദം ചെയ്തവന് സ്തോത്രം, ഞാൻ തകരാൻ വേണ്ടി നോക്കിയവന് സ്തോത്രം. കാരണം അവനെ ദൈവം ദീർഘായുസ് കൊടുക്കും. കാര്യം നിന്റെ ഉയർച്ച അവൻ കാണാൻ പോകുക. കരമടിച്ച് പറഞ്ഞാട്ട് ശത്രുവിന് ദീർഘായുസ് ദൈവം കൊടുക്കാൻ പോവാ. കാര്യം നിന്റെ ഉയർച്ച അവൻ കാണുവാൻ പോകുക. അവൻ ദൈവം നിന്നെ മാനിക്കുന്നത് അവൻ കാണുവാൻ പോകുക. ദൈവം നിന്നെ ഉയർത്തുന്നത് അവൻ കാണാൻ പോകുക.
ഈ വർത്തമാനം കേട്ടപ്പോൾ അവൻ രാജാവ് ഓടിച്ചൊന്നൊരു സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വന്നവന് ഒരു സർട്ടിഫിക്കറ്റ് അല്ല കൊടുത്തു. പിന്നെയോ ഒരൊറ്റ വിളിയെ വിളിച്ചത്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. ആ ഗുഹയുടെ അകത്ത് അവൻ ഇറങ്ങിയപ്പോൾ അവന്റെ പേരിൽ റെവറൻഡ് എന്നല്ല, അവന്റെ പേരിൽ ഡോക്ടർ എന്നല്ല, അവന്റെ പേരിൽ BD എന്നോ MD എന്നല്ല, അവന്റെ പേരിൽ ഒരു വലിയ ഡിഗ്രി ഉണ്ടായി. ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ ദാസനാണ്. കരമടിച്ച് ഇന്ന് രാത്രിയിൽ ഊരപ്പിൽ നിന്റെ പേരിനോടുകൂടെ ഒരു ഡിഗ്രി വരുവാൻ പോകുക. അത് മറ്റൊരു ഡിഗ്രി അല്ല, നീ ആരാധിക്കുന്ന എന്റെ ദൈവം അവൻ ജീവനുള്ള ദൈവമെന്ന് ജാതികൾ പറയാൻ പോകുക. ജാതികൾ പറയാൻ പോകുക. ദൈവം പല രീതിയിൽ വിടുവിക്കും. പത്രോസിനെ വിടുവിച്ചതൊരു ഈച്ച പോലും അറിഞ്ഞില്ല. അവൻ എന്ത് ചെയ്യ? ഉറങ്ങിയ. എന്ത് ചെയ്യ? ഉറങ്ങി. ഞാൻ പറയാം, അവൻ ഉറങ്ങുകയല്ല, സാത്താൻ അവൻ എന്ത് ചെയ്യ? ഉറക്കുകയാ. സ്വത്രം സ്വത്രം. ആമേൻ ആമേൻ. ചില ആരാധനയെ കണ്ടിട്ടില്ലേ, ചിലര് വന്നിരുന്ന് ഉറങ്ങുന്നത്. ഓർത്തോണം, സാത്താൻ നിന്നെ ഉറക്കി. എന്തിനാ ഉറക്കിയെന്നറിയാമോ? സാത്താൻ അറിയാം, ഇന്ന് രാത്രി പത്രോസിനെ ഉറക്കിയാൽ പിന്നെ ഇവൻ എഴുന്നേൽക്കണമെങ്കിൽ നാളെ രാവിലെയാവും. ഹല്ലേലൂയ. നാളെ രാവിലെ ഇവനെ കൊല്ലുവാൻ വേണ്ടി ഹെരോദാവ് വാളും മിനുക്കി വെച്ചോണ്ടിരിക്കുക. ഒരു ദൂത് പറയാ, അവൻ നാളത്തെ രാത്രി രാവിലെ നിന്നെ ഉണർത്തുവാൻ വേണ്ടി ഇന്നത്തെ രാത്രിയിൽ പിശാചിന്റെ അരികിൽ വന്ന് നിന്നെ തട്ടിത്തലോടി ഉറക്കുക. അവൻ പിശാച് നിന്നെ വാവാട്ടി ഉറക്കുക. ഞാൻ വിശ്വസിക്കുന്നു പത്രോസിനെ സാത്താൻ ഉറക്കുകയാ. സാത്താൻ അറിയവൻ ഉറങ്ങട്ടെ. ഇവൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നാളത്തെ പ്രഭാതമാകുമ്പോൾ അവൻ ഹെരോദാവ് തന്റെ വാളെടുത്ത് പത്രോസിന്റെ തല വെട്ടിക്കളയുവാൻ പോകുക. അവനെ തകർത്ത് കളയുവാൻ സാത്താൻ അവനെ തട്ടി ഉറക്കുകയാ. ഈ ഊരം പ്രദേശത്തൊരു ദൂത് പറയാ, സാത്താൻ നിന്നെ ഉറക്കുമ്പോൾ നീ ഉറങ്ങരുത്. ഇന്ന് രാത്രി ദൈവം നിന്നെ ഉണർത്തുവാൻ ഒരു ദൂതനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആമേ. ഉപവാസ പ്രാർത്ഥനയുടെ ഈ സുവിശേഷ മഹായുഗത്തിന്റെ 19ാം ദിവസം നിന്നെ ഉണർത്തുവാൻ ദൈവം ഒരു ദൂതനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി നിന്നെ തട്ടുവാൻ പോകുക. അവൻ നിന്നെ തട്ടുമ്പോൾ നീ ഇന്ന് രാത്രി ഉണരുവാൻ തയ്യാറായാൽ ഇല്ല കടത്തുകള് ഇല്ല കാവലുകള് കടത്തിക്കൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മകനീയ ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി നീ മനസ്സിലാക്കാൻ പോകുക. ദൂതൻ വന്നവനെ തട്ടുകയാ. പത്രോസേ എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. പത്രോസേ എഴുന്നേൽക്ക്. ഇവൻ പറഞ്ഞു, അയ്യോ കുറച്ചുകൂടി കിടക്കട്ടെ, നാളെ എഴുന്നേൽക്ക, മറ്റന്ന് എഴുന്നേൽക്ക. ഇന്ന് രക്ഷിക്കപ്പെടാൻ വയ്യ, ഇന്ന് സ്നാനപ്പെടാൻ വയ്യ, ഇന്ന് ആരാധിക്കാൻ വയ്യ, ഇന്ന് പ്രാർത്ഥിക്കാൻ വയ്യ, ഇന്ന് ക്ഷീണമുണ്ട്, ഇന്ന് എഴുന്നേൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് പത്രോസേ നീ കിടന്നാൽ നിന്റെ കാര്യം പോക്ക. ഞാൻ ഒരു ദൂത് പറയാ, ഉറങ്ങുന്നവരെ ഉണർത്തുവാൻ എളുപ്പമാ, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്തുവാൻ പാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിനെ ദൂതൻ തട്ടിയപ്പോൾ തന്നെ അവൻ ചാടി എഴുന്നേറ്റ്. ഒരു ദൂത് പറയാ, ദൈവം നിന്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രി തട്ട് തന്നപ്പോൾ തന്നെ ദൈവ ശബ്ദത്തിന് മുമ്പിൽ നീ ചാടി എഴുന്നേറ്റാൽ ദൈവം തന്റെ കരങ്ങൾ നിന്റെ കരത്തെ പിടിക്കുവാൻ പോകുക. ഇന്ന് രാത്രിയിൽ ചില കാവലുകള് നിന്നോടൊരുമിച്ച് ദൂതൻ അവൻ കടന്നു കൊണ്ടുവന്ന് നിന്നെ ഇന്ന് രാത്രി വിടുതലിന്റെ അവൻ പുറത്ത് എത്തിക്കുവാൻ പോകുകയാണ്. ആറിയൂരടി നീ തയ്യാറാണോ? ദൈവം നിന്നെ തട്ടുമ്പോൾ, ദൈവം നിന്നെ ഉണർത്തുമ്പോൾ, രക്ഷിക്കപ്പെടുവാൻ പറയുമ്പോൾ നീ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ പറയുമ്പോൾ നീ സ്നാനപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് പ്രാപിപ്പാൻ തയ്യാറാകുന്നു പറയുമ്പോൾ അതിന് തയ്യാറാകുന്നെങ്കിൽ ആത്മാവ് ദൂത് പറയുന്നു, ഇന്ന് നീ കിടക്കുന്ന കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാവരും ചാടി എന്നിട്ടാണ്. ഇന്ന് രാത്രി എന്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. എന്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ഒരുമിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുക, ഒരുമിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോകുക. കസേര ഒരു ബന്ധനമായി തീരരുത്. എല്ലാവരും മുൻപിലേക്ക് വന്നാട്ട് ഇന്ന് രാത്രി യേശു ചിലതിനെ തൊടുകയാ, യേശു ചിലതിനെ തട്ടുകയാ. യേശുവിന്റെ കരത്തിന്റെ വല്ലഭത്വത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചില ജീവിതങ്ങള് അതിശക്തിയോട് ഇന്ന് രാത്രികളെ സ്പർശിച്ചു കൊണ്ടിരിക്കുക. നീ പിശാചിന്റെ വകയല്ല, ഇന്ന് രാത്രി നീ സാത്താന്റെ വകയല്ല, നീ യേശുവിന്റെ പൈതല. അവന്റെ വിടുതലിന്റെ ശക്തി ഇന്ന് രാത്രി അവൻ നിന്റെ മേൽ ഇന്ന് രാത്രി കൽപ്പിക്കുക. ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ നിന്റെ രോഗങ്ങളെ യേശു സൗഖ്യമാക്കാൻ പോകുക. നിന്റെ വേദികളെ കർത്താവ് ഇന്ന് രാത്രി വിടിയിപ്പാൻ പോകുക. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു പാട്ടിന്റെ ചില അടികൾ പാടി ദൈവത്തെ നമ്മൾ ഇന്ന് രാത്രി ആരാധിക്കാൻ പോകുക. ശക്തിയോടെ കമോൺ. ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായി, എന്റെ രോഗങ്ങൾ ഈ രാത്രി ചില രോഗികളെ യേശു സൗഖ്യമാക്കി പോകുക. ചില ഭൂതങ്ങളെ ഭാരങ്ങൾ
മാറിപ്പോയ ശാപങ്ങൾ ഇവിടെ വെളിപ്പെടുകയും സൗഖ്യമായി ശക്തിയോടെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ യേശുവിൻ നാമം വിടുതലാൽ യേശുവിൻ നാമം രക്ഷയാൽ യേശുവിൻ നാമം സൗഖ്യമാൽ യേശുവിനെ വീണ്ടെടുത്തു യേശുവിൻ നാമം വിടുതലാൽ യേശുവിൻ നാമം സൗഖ്യമാൽ യേശുവിൻ നാമം സൗഖ്യമാൽ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഇന്ന് രാത്രി നീങ്ങിപ്പോയി മാറിപ്പോയി ശാപങ്ങൾ സൗഖ്യമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ യേശുവിനെ തട്ടി ഉണർത്തുകയാണ്. നിന്നെ പുറത്തു കൊണ്ടുവരുവാ. ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ കെട്ടപ്പെട്ട് കിടക്കേണ്ടവനല്ല. അവൻ കെട്ടപ്പെട്ട് കിടക്കേണ്ടവനല്ല. ഇന്ന് രാത്രി യേശുവിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. പാരമ്പര്യത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പൈശാചിക ശക്തിയുടെ ഇരുട്ടിന്റെ മണ്ഡലത്തിൽ നിന്ന് ഇന്ന് രാത്രി ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ പോകുക. യേശുവിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. യേശുവിൻ നാമത്തിൽ യേശുവിൻ രക്തം ശുദ്ധിക്കാൻ യേശുവിൻ രക്തം കഴുകലാൽ യേശുവിൻ രക്തം വിടുതലാൽ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ